വെൽക്കം ബാക്ക് മക്കളെ. അപ്പോൾ നിങ്ങൾ സുവോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫിഗേഴ്സ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ മക്കളെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ സിനാപ്സിന്റെ ഫിഗർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മുടെ സിനാപ്സ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിക്കണം. ഇത് നമ്മുടെ ഒരു ന്യൂറോണ്, ഇത് മറ്റൊരു ന്യൂറോണിൽ ഇത് കെമിക്കൽ മെസ്സേജ് പാസ് ചെയ്യപ്പെടുന്നു. ഏത് ഫോമിൽ? നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് അത് സിഗ്നൽസ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇത് പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ, ഇത് നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, രണ്ട് ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. അതിനുശേഷം നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ, അത് റിസീവ് ചെയ്യാൻ വേണ്ടി അവിടെ കുറച്ച് എന്തുകൊണ്ട് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് റിസപ്റ്റേഴ്സും കാര്യങ്ങളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തന്നെ പഠിച്ചോളുക. നെക്സ്റ്റ് ഫിഗർ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മുടെ ഹോർമോൺ ആക്ടിവിറ്റിയിൽ വരുന്ന ഒരു ഫിഗർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫിഗർ ആണ്. നമ്മുടെ ആദ്യം ഇവിടെ നമ്മൾ എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ അതൊരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിനാണ് നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു, അതിനെ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പെട്ടെന്ന് തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻസൈം ഇല്ലാത്തപ്പോൾ ഇവിടുത്തെ ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ കൂടുതൽ എനർജി ഉപയോഗിക്കുന്നു. എൻസൈം ഉള്ളപ്പോൾ എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്താൻ വേണ്ടി അത്ര എനർജി നമുക്ക് ആവശ്യം ഇല്ല. അപ്പോൾ ഈ ഒരു എനർജിയാണ് ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം പഠിക്കുക. മറ്റത് ആക്ടിവേഷൻ എനർജി വിത്ത് എൻസൈം ആണെന്ന് വെച്ചാൽ ആക്ടിവേഷൻ എനർജി കുറവാണ്, എൻസൈം ഉള്ളപ്പോൾ അത്രയും എനർജി നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ എന്ത് നടക്കുന്നു? പ്രോസസ്സ് നടക്കുന്നു. ദാറ്റ് മീൻസ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. കൃത്യമായിട്ട് എന്ത് മാർക്ക് ചെയ്ത് പഠിച്ചോളുക. ഇതറിയാം, നമ്മുടെ ഹൈപ്പോതലാമസിന്റെ പിറ്റ്യൂട്ടറിയുടെ റിലേഷൻ കാണിക്കുന്ന ഫിഗർ ആണ്. അപ്പോൾ ഹൈപ്പോതലാമസ് ആരെ കൺട്രോൾ ചെയ്യുന്നു? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നു. പിറ്റ്യൂട്ടറിയുടെ ഇത് ആന്റീരിയർ ലോബ്, ഇത് പോസ്റ്റീരിയർ ലോബ്. പോസ്റ്റീരിയർ ലോബിന്റെ മറ്റൊരു പേര് ന്യൂറോ ഹൈപ്പോഫൈസിസ്. ആന്റീരിയർ ലോബിന്റെ മറ്റൊരു പേര് അഡിനോ ഹൈപ്പോഫൈസിസ്. അഡിനോ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഇതിന്റെ ഡയറക്റ്റ് കൺട്രോൾ ആണ് വരുന്നത്. ഏത്? നമ്മുടെ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഹൈപ്പോതലാമസിന്റെ ഡയറക്റ്റ് കൺട്രോൾ വരുന്നുണ്ട്. ഇത് പോർട്ടൽ സർക്കുലേഷൻ വഴിയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഈ ഫിഗർ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഫിഗർ എല്ലാവർക്കും അറിയാവുന്ന ഫിഗർ, കൊച്ചു ക്ലാസ്സിലോട്ട് പഠിക്കുന്ന ഫിഗർ, ന്യൂറോണിന്റെ ഫിഗർ. മക്കളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പഠിക്കുക. നമ്മുടെ ഡെൻഡ്രൈഡ്, നിസിൽ ഗ്രാന്യൂൾസ് ഉണ്ട്. ഇത് നമ്മുടെ ന്യൂക്ലിയസ് ആണ്. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആക്സോൺ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ മൈലിൻ ഷീത്തിന്റെ അടയാളപ്പെടുത്തില്ല, അതിൽ പഠിക്കുക. അതുകൊണ്ടുണ്ട് മൈലിൻ ഷീത്ത് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു ഗ്യാപ്പിന് വിളിക്കുന്ന നോഡ് ഓഫ് റൺവേവർ. പിന്നെ നമ്മുടെ ആക്സോൺ ടെർമിനൈറ്റ്, ആക്സോണൈറ്റുകളില്ല, അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? ആക്സോൺ ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സിനാപ്റ്റിക് നോബ് കൊടുത്തിട്ടുണ്ട്. ഈ സിനാപ്റ്റിക് നോബ് കഴിയുമ്പോഴാണ് അടുത്ത സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വരുന്നത്, അടുത്ത ന്യൂറോൺസ് വന്നു പോകുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ന്യൂറോണിന്റെ ഫിഗർ 100% ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ ആണ്, പഠിച്ചോളുക. നെക്സ്റ്റ് ആണ് മക്കളെ, ഇത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ECGയിൽ വരുന്ന ഫിഗർ ആണ്. ഇത് P എന്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യും, T എന്ത് റെപ്രസെൻറ്റേറ്റ് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ P എന്ന് പറയുന്നത് നമുക്കറിയാം ആർട്ടീരിയൽ സിസ്റ്റോൾ ആണ്, ഏട്രിയൽ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഈ QRS കോംപ്ലക്സ് എന്ന നമ്മുടെ വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. T വേവ് എന്താ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്? നമ്മുടെ രണ്ടിൻ്റെ റിലാക്സേഷൻ ടൈമാണ് T വേവ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഇത് മൂന്നും എന്തൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് പഠിക്കുക. നെക്സ്റ്റ് ഫിഗർ നമ്മുടെ കിഡ്നിക്കകത്ത് കാണപ്പെടുന്ന നെഫ്രോണിന്റെ ഫിഗർ ആണ് മക്കളെ. ഇഷ്ടം പോലെ വേണം, ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ എന്ത് ചെയ്യുക? ചോദിക്കാം, എക്സ്പെക്ട് ചെയ്യാവുന്ന ഫിഗർ ആണ് നമ്മുടെ നെഫ്രോണിന്റെ ഫിഗർ. അപ്പോൾ അഫറന്റ് ആർട്ടീരിയോൾ, ഇത് ഗ്ലോമർലെസ് ആണ്. ഇത് നമ്മുടെ റീനൽ ട്യൂബ്യൂൾസ് ആണ്. അതിന്റെ രണ്ട് റീനൽ ട്യൂബ്യൂൾസിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക. കളക്ടിംഗ് ഡക്ട്, വാസ റെക്ട. സിമ്പിൾ ആ മക്കളെ, പഠിച്ചോളുക. പിന്നെ ഇതറിയാം, ആക്ടിന്റെ മയോസിന്റെ സ്ട്രക്ചറാണ് എന്ത് ചെയ്യുക? ട്രോപ്പോമയോസിൻ, എഫ് ആക്ടിൻ, ഇതൊക്കെ ജി ആക്ടിൻ ഏതാണ് എന്ന് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇത് മയോസിന്റെ കാണുമ്പോൾ തന്നെ അറിയാം, പാമ്പോലിരിക്കുന്ന രൂപമാണ് മയോസിന്റെ രൂപം. ഇത് GMM MM എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് കാര്യം, നമ്മുടെ ഹാർട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇത് സിമ്പിൾ ആയിട്ടാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. നമുക്ക് 4 ചേമ്പേഴ്സ് ഉണ്ട്. ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ട കാര്യം, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഏത് ബ്ലഡ് വെസൽ ഒറിജിനേറ്റ് ചെയ്യുന്നു? അയോർട്ട ഒറിജിനേറ്റ് ചെയ്യുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ പൾമണറി ആർട്ടറി ഒറിജിനേറ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് എടുത്ത് എവിടെ പോകും? ലങ്സിലോട്ട് പോകും. അത് പ്യൂരിഫൈ ചെയ്ത് പൾമണറി വെയിൻ എന്ത് ചെയ്യും? ആ ബ്ലഡിനെ കൂടെ എവിടെ കൊടുക്കും? ലെഫ്റ്റ് ഏട്രിയത്തിൽ കൊടുക്കും. ആ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് അയോർട്ട വഴി എല്ലാ പാർട്സിലും പോകുന്നു. ആ ഒരു ഫംഗ്ഷനിങ് കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ വാൾവുകൾ, ഇവിടെ ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും ഉണ്ട്. ഈ ഫിഗറിൽ അതില്ല മക്കളെ. നമ്മൾ ഇവിടെയാണ് നമ്മുടെ ട്രൈകസ്പിഡ് വാൾവ്. ട്രൈ എന്ന് പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ 3 ഫ്ലാപ്പുള്ള വാൾവുകളാണ് ട്രൈകസ്പിഡ് വാൾവ്. ഇവിടെ നമ്മളെ ബൈകസ്പിഡ് വാൾവ് ലെഫ്റ്റ് ഏട്രിയത്തിന്റെ വെൻട്രിക്കിളിന്റെ ഭാഗത്ത് വരുന്നത്. പിന്നെ സെമി ലൂണാർ വാൾവ് എവിടെയാണ്? ഈ പൾമണറി ആർട്ടറിയിലും അയോർട്ടയിലുമാണ് സെമി ലൂണാർ വാൾവുകൾ വരുന്നത്. അതും കൂടെ പഠിച്ചു വയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മുടെ SI നോഡ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജി ഫൈബേഴ്സ്, അതിന്റെ കാര്യങ്ങൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മുടെ മസിൽ ഫൈബേഴ്സ് മറ്റൊരു ഫിഗർ ആണ്. ഇതിൽ പഠിക്കേണ്ട കാര്യം, സാർക്കോമിയർ പഠിക്കുക. 2 Z ലൈൻ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിക്കുക. I ബാൻഡ് ആരാണ്, A ബാൻഡ് ആരാണ്, അത് ആക്റ്റിൻ ആണോ മയോസിൻ ആണോ എന്ന് പഠിച്ചോളുക.
നെക്സ്റ്റ് നമ്മുടെ പ്രോട്ടീൻ്റെ സ്ട്രക്ചേഴ്സ് ആണ്. ഇത് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനത്തെ സ്ട്രക്ചറും ചോദിക്കും. ഈ സിമ്പിൾ ലൈനായിട്ട് വരികയാണെങ്കിൽ അതെന്താ? പ്രൈമറി സ്ട്രക്ചർ. ഇതെന്ത് ചെയ്യുക? ഹെലിക്കലായിട്ട് കോയിൽ ചെയ്ത് വരികയാണെങ്കിൽ അത് സെക്കൻഡറി സ്ട്രക്ചർ. അത് കോയിൽ ചെയ്ത് ഒരു ബോൾ മാറി മാറുകയാണെങ്കിൽ അത് ടെർഷ്യറി സ്ട്രക്ചർ. ആ ബോളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് 4-5 ബോൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാട്ടർണറി സ്ട്രക്ചർ. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ. അതും കൂടെ പഠിക്കുക. ഇത് ഇങ്ങനെ സ്ട്രക്ചർ ചോദിക്കാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. അതുകൊണ്ട് അതും കൂടെ മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഇത് നമ്മുടെ ഹോർമോൺ എൻസൈം ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യമാണ്. ഇത് നമ്മുടെ ടെമ്പറേച്ചർ pHന്റെ ഒരു ഗ്രാഫാണ്. ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ ആദ്യം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ വെലോസിറ്റി കൂടുന്നു, നമ്മുടെ റിയാക്ഷൻ്റെ വെലോസിറ്റി കൂടുന്നു. വെലോസിറ്റി കൂടി എന്ത് ചെയ്യുന്നു? ഒരു പരിധി കഴിയുമ്പോൾ സബ്സ്ട്രേറ്റിൻ്റെയും എൻസൈമിൻ്റെയും അവസ്ഥ സെയിം ആയിട്ട് മാറുന്നു. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്പീഡ് കൂട്ടി കൊടുക്കാൻ പറ്റൂല. കാര്യം എന്താ? എല്ലാ എൻസൈം മോളിക്യൂളും എന്ത് ചെയ്യുന്നു? ഫില്ലായി കഴിഞ്ഞു. അതിനുശേഷം കൂട്ടി കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ഒരു ഗ്രാഫ്. ഈ ഗ്രാഫ് 3 എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത നമ്മുടെ കിഡ്നിയുടെ ഫിഗർ സിമ്പിളാണ്. എന്ത് ചെയ്യുക? അതിൻ്റെ കോർട്ടെക്സ് മെഡുല്ല ഏതാണ്? മെഡുലറി പിരമിഡ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ചോദിക്കുന്ന റീനൽ പെൽവിസ് അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ട്. യുറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇവിടുത്തെ യൂറിനെ നമ്മുടെ യൂറിനറി ബ്ലാഡറിലോട്ട് എത്തിക്കുന്ന ആരാ? യുറേറ്ററുകൾ. പിന്നെ റീനൽ ആർട്ടറി, കിഡ്നിയിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് റീനൽ ആർട്ടറി. റീനൽ വെയിൻ ബ്ലഡ് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് റീനൽ വെയിനുകൾ. അത് പഠിക്കുക മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഫിഗർ നമ്മുടെ ഹോർമോൺ, 2 ടൈപ്പ് ഹോർമോൺ, പ്രോട്ടീൻ ഹോർമോണും നമ്മുടെ സ്റ്റീറോയിഡ് ഹോർമോൺസും. അതിൻ്റെ ഒരു ഗ്രാഫാണ്, അതിൻ്റെ ഒരു ഫിഗറാണ്. ഇത് അടയാളപ്പെടുത്താൻ ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ഫിഗർ നമ്മുടെ ഗ്ലോമർലെസിന്റെ ഫിഗർ. നമ്മുടെ കിഡ്നിയിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഫിഗറാണ് നമ്മുടെ ഗ്ലോമർലെസിന്റെ ഫിഗർ. ഇത് അഫറന്റ് ആർട്ടറിയൽ ബ്ലഡ് റീനൽ ആർട്ടറിയുടെ ഭാഗമാണ്. അഫറന്റ് ആർട്ടറിയൽ ബ്ലഡ് അകത്തോട്ട് വരുന്നു, അൾട്രാ ഫിൽട്രേഷൻ നടക്കുന്നു, എഫറന്റ് ആർട്ടറിയൽ വെളിയിലോട്ട് പോകുന്നു. ഇത് നമ്മുടെ ബൊമാൻസ് ക്യാപ്സ്യൂൾ എന്ന് വിളിക്കും. ബൊമാൻസ് ക്യാപ്സ്യൂൾ. ഇത് എന്ത് ചെയ്യുക? ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇതൊക്കെയാണ് നിങ്ങൾ സുവോളജിയിൽ കവർ ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഫിഗറുകൾ. ഇത്രയും കവർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിഗർ എല്ലാം നിങ്ങൾ കയ്യിലെടുക്കാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ് മക്കളെ.